നമസ്കാരം. നിങ്ങളിപ്പോൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്നു പോയി. എപ്പോഴും അതേക്കുറിച്ച് തന്നെ മാത്രം ചിന്ത. എന്ത് ചെയ്യുമ്പോഴും, ഉണ്ണുമ്പോഴും, ഉറങ്ങുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും ഒക്കെ അതേക്കുറിച്ച് മാത്രം ചിന്തകൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രക്ഷ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ തിരിച്ച് പഴയ പോലെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആ വ്യക്തി എങ്ങനെയാണോ മുൻപ് നമ്മളുടെ അടുത്ത് നിന്നിരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്, അതേപോലെ തുടർന്ന് പോയാൽ മാത്രമേ നമുക്ക് ആ മനസ്സിനുള്ള ആ ഒരു സന്തോഷവും സമാധാനവും കിട്ടുകയുള്ളൂ. അല്ലാത്തിടത്തോളം എപ്പോഴും ഇതേക്കുറിച്ച് തന്നെ ആയിരിക്കും ചിന്ത. പിന്നെ ചില ആളുകൾക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ അവരുടെ മനസ്സിൻ്റെ ഒരു പവർ കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ട് അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും പതുക്കെ പതുക്കെ. ചില ആളുകൾക്ക് അതിന് കഴിയില്ല. എപ്പോഴും അതേക്കുറിച്ച് തന്നെ ചിന്തകൾ വന്നുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ആദ്യത്തെ ചിന്ത ഇതായിരിക്കും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ചിന്ത രാത്രി കിടക്കുവോളം അത് തന്നെ തലയിലുണ്ടാവും. അതിൽ നിന്നൊരു മോചനം കിട്ടില്ല. അതിൽ നിന്ന് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മോചനം കിട്ടണമെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണോ നമ്മളെ സ്നേഹിച്ച് അതേപോലെ പഴയതുപോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ള. അവർ പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോകാൻ പല കാരണങ്ങളും ഉണ്ടാവും. ഓരോ വ്യക്തികൾക്കും ഓരോ കാരണങ്ങളായിരിക്കും അതിന് സംഭവിക്കുന്നത്. ആ കാരണങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി എടുത്തുകൊണ്ട് വേണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ. അത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. അതിനാദ്യം ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ആ കാരണം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തെറ്റുകളുണ്ടോ, അതല്ല തെറ്റുകളല്ല, തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ, അങ്ങനെയുള്ളതൊക്കെ നോക്കി അപ്പോൾ അവരെയൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി നമ്മളിലേക്ക് തന്നെ പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കാരണം. ആ കാരണം മനസ്സിലാക്കി നിങ്ങൾ അതേപോലെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ കൊണ്ടുവരാൻ പറ്റുക തന്നെ ചെയ്യും. ചില ആളുകളുണ്ട് തുടക്കത്തിൽ വളരെ സ്നേഹത്തോടു കൂടി അടുത്തുകൂടി അവരുടെ പല ആവശ്യങ്ങളും, അതല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങും. പതുക്കെ പതുക്കെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി പറഞ്ഞ് അതുമ വഴക്കുകൂടി പതുക്കെ അകന്നകന്ന് പോകും. ചില ആളുകൾക്ക് തേർഡ് പാർട്ടി വിഷയമായിരിക്കാം, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് അവരെ കൊണ്ടുവരാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.